മോഹൻ വർഗീസ്, താങ്കൾ വിചാരിക്കുന്നുണ്ടോ JDU-ഓ ചന്ദ്രബാബു നായിഡുവോ കളം മറിയുകയും ഇപ്പോൾ BJPക്കുള്ള ഡെഫിസിറ്റ് ഉണ്ടല്ലോ, ഏതാണ്ട് 32 സീറ്റുകളുടെ ഡെഫിസിറ്റ് ഉണ്ട്, അത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന ഒരു സെനാരിയോ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും അത് തീർത്തും അസംഭവ്യമായ കാര്യമല്ല. നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് 17 സീറ്റുകൾ, ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്ക് ഏതാണ്ട് സമാനമായ സീറ്റുകൾ, രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 35 സീറ്റുകൾ. ഉപപ്രധാനമന്ത്രി പദമോ കാര്യമായ മറ്റു പരിഗണനകളോ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക സംസ്ഥാന പദവിയോ എല്ലാം വാഗ്ദാനം ചെയ്താൽ ഇതൊരു ബാലികേറാമലയൊന്നുമല്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ BJP അടർത്തിയെടുക്കാൻ കഴിയുന്നത് പോലെ തന്നെ BJPയുടെ സഖ്യകക്ഷികളെ ഇന്ത്യ മുന്നണിക്കും വേണമെങ്കിൽ അടർത്തിയെടുക്കാം. കോൺഗ്രസിനോട് വിലപേശാനാണ് BJPയുടെ വിലപേശാനതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യപ്രദം എന്നൊരുപക്ഷെ ഈ പാർട്ടികൾ ചിന്തിക്കുന്നു എങ്കിൽ അവർക്കൊരുപക്ഷെ കളം മാറി ചവിട്ടുന്നതിന് യാതൊരു എളുപ്പവും ഉണ്ടാകേണ്ട കാര്യമില്ല. പാൽത്തു റാമെന്ന് പൊതുവെ വിളിക്കുന്ന നിതീഷ് കുമാറിന് രാഷ്ട്രീയപരമായ എന്ത് സദാചാരമാണുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും ആയാറാം ഗായാറാം രീതിയിലാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി എക്കാലത്തും. അതുകൊണ്ട് മലക്കം മറിച്ചിലുകളൊക്കെ ഏറെ കണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാനാവില്ല ഇന്നത്തെ ഘട്ടത്തിൽ. അത് ഓഫറിൻ്റെ ഒരു വലിപ്പം പോലെ ഇരിക്കും. പക്ഷേ നോക്കൂ, ഇവിടെ 2 മുഖങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. പൊളിറ്റിക്കൽ മാനേജർ, ഒന്നാം തരം ബെസ്റ്റ് ഷ്രൂഡ് പൊളിറ്റിക്കൽ മാനേജേഴ്സ്. ഒന്ന് BJPയുടെ ഭാഗത്തു നിന്ന് അമിത്ഷാ, 2 കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് DK ശിവകുമാർ. ഈ 2 പേരും മുഖാമുഖം നിന്ന് ആരാണോ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് അവരായിരിക്കും ഒരുപക്ഷെ പറഞ്ഞോളൂ മോഹൻ. ഒരുപക്ഷെ വർഗീസിനോടൊരു കാര്യം. മോഹൻ വർഗീസ് താങ്കൾ പറഞ്ഞതിനകത്തൊരു പെശകുണ്ട്. കാരണം അത് പറഞ്ഞതിനകത്തൊരു പെശകുണ്ട്. അതെന്താ വെച്ചാൽ TDPയും JDU-വും അപ്പുറത്ത് പോയാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സഖ്യത്തിന്, ഇപ്പോഴത്തെ NDA സഖ്യത്തിന് ഭൂരിപക്ഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വതന്ത്രരായിട്ടുള്ള ചില ആളുകൾ ജയിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് BJP സഖ്യം 301 സീറ്റുണ്ട്. 292-ൻ്റെ കൂടെ ഒരു 8 പേരും, അത് 292 നിങ്ങൾ കാണിക്കുന്നത്. ആ 292-ൻ്റെ കൂടെ ഒരു 9 പേരും കൂടിയുണ്ട്. ആ 9 പേരെന്ന് പറഞ്ഞാൽ 301. ഈ 301-ൻ്റെ 301 ഒരു മിനിറ്റ് ഞാൻ പറയാൻ തീർക്കട്ടെ. അല്ലല്ലോ, അതെങ്ങനെയാ 18 പേര് സ്വതന്ത്ര, ഈ 18 പേരാണ് അത്. അതിനകത്ത് നിങ്ങൾ കുറക്കേണ്ടവരെ കുറച്ചോളുക. അതേന്ന് ഈ അതേസിൽ ഞങ്ങളുടെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. നമുക്ക് വരാം.